അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കാനുള്ള 2-3 വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായി പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള വഴി എന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. അത് വിശുദ്ധ പൗലോസ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പൗലോസിനെ ചോദിച്ചു, നിങ്ങൾ ഏത് ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ യോഹന്നാന്റെ ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചത്. അപ്പൊ ഏത് ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചെന്ന വിശുദ്ധ പൗലോസിന്റെ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, യേശുവിന്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന് വളരെ വ്യക്തമാണ്. രണ്ടാമതായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമ്മൾ വചനപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. അതുപോലെ പത്രോസ് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ